1 PM ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. CPM-ന്റെ കണ്ണൂർ കോട്ടയിൽ കലാപം. കണ്ണൂർ സീറ്റിനെ ചൊല്ലി കെ സുധാകരന്റെ പിടിവാശി ആകമൊത്തം പ്രശ്നമാണ്. കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും പരിഗണിക്കാതെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. MP-മാർക്ക് സീറ്റില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം മാറ്റം വരുത്തില്ല. ഡൽഹിയിലെത്തിയ കെ സുധാകരൻ മത്സരിക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് തീരുമാനം. കെ സുധാകരനും അടൂർ പ്രകാശിനും അടക്കം മത്സരസന്നദ്ധ അറിയിച്ച MP-മാർക്കും സീറ്റ് നൽകേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. അടൂർ പ്രകാശുമായി നേതാക്കൾ ആശയവിനിമയം നടത്തിയതായാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചുതന്നെയാണ് കെ സുധാകരൻ. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിലെത്തിയ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് കെ സുധാകരനുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചു. സുധാകരൻ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സുധാകരൻ ഒരു സീനിയർ നേതാവാണ് നമ്മുടെ പാർട്ടിയുടേത്. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് എന്താ വലിയ അത്ഭുതം എന്താണ്? ഞങ്ങളൊക്കെ സംസാരിക്കും അദ്ദേഹത്തോട്. ഞാൻ നിരന്തരമായിട്ട് എപ്പോഴും സംസാരിക്കുന്ന വ്യക്തിയാണ്. സുധാകരൻ പാർട്ടിയെ അനുസരിക്കുന്ന വ്യക്തിയാണ്. പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും സുധാകരൻ അനുസരിച്ചിട്ടുണ്ട്. അതിനിടെ കണ്ണൂർ DCC-യിൽ സുധാകരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിന്റെ പടനായകൻ കെ സുധാകരൻ എത്തുന്നുവെന്നാണ് പോസ്റ്ററിലുള്ളത്. 24 ഡൽഹി. രമേശ് ചെന്നിത്തല സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് ഞാൻ. KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 9 വർഷം എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതേ ഇപ്പോൾ പാർലമെന്റ് അംഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്താണ് ശ്രീ സുധാകരൻ. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു. മറ്റുള്ള കാര്യങ്ങൾ ഇനി അത് തീരുമാനമെടുക്കുന്നത് ഞാനല്ലോ, പാർട്ടി ഹൈക്കമാൻഡാണ്. അദ്ദേഹത്തിന് നിർത്താനുള്ള പ്രപ്പോസൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കും. അദ്ദേഹം മത്സരിക്കുന്നതല്ലേ ശരിക്കും പാർട്ടിക്ക് നല്ലത്? ഇത്രയേറെ പ്രവർത്തകർ ഇളകിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇവിടെ ഏത് ഘട്ടത്തിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തകരുണ്ട്. പ്രവർത്തകർക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത്തരം തീരുമാനം എടുക്കേണ്ടത് പാർട്ടി ഹൈക്കമാൻഡാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളും പരിശോധിച്ച ശേഷം ഹൈക്കമാൻഡ് തീരുമാനം. അതെന്താ അദ്ദേഹം അതിനോട് പിണങ്ങിയിട്ടുണ്ടോ? അദ്ദേഹത്തോട് ആരും പിണങ്ങിയിട്ടില്ല. അദ്ദേഹം ആരോടും പിണങ്ങിയിട്ടില്ല. കെ സുധാകരൻ, ഞാൻ പറഞ്ഞല്ലോ, കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസിന്റെ, കേരളത്തിലെ കോൺഗ്രസിന്റെയും കരുത്താണ്. ഞാനുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിന് മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾ വിചാരിച്ചാൽ കോൺഗ്രസിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ന് വരും. ആഞ്ഞു പിടിച്ചുള്ള പരിശ്രമമാണ് കെ സുധാകരനെ ഏതെങ്കിലും വിധത്തിൽ അന്വയിപ്പിക്കാൻ. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് നിലപാട് ഉറച്ചു നിൽക്കണം. അതേസമയം കെ സുധാകരൻ തരിമ്പിന് പോലും അയവില്ലാതെ കണ്ണൂരിൽ മത്സരിക്കുന്നെങ്കിൽ ഞാനാകും എന്ന അടിയുറച്ച നിലപാട് കെ സുധാകരൻ നിൽക്കുന്നു. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന്റെ പോസിബിലിറ്റി ഇല്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആ സംസാരത്തിന് ശേഷം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. PR അരവിന്ദ്, വിനിത VG, വിപിൻ C വിജയൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം വിനിതയിലേക്കാണ്. വിനിത, കെ സുധാകരൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്, MP ആണ്, ഡൽഹിയിലെ പ്രധാനപ്പെട്ട നേതാവാണ്, കോൺഗ്രസിന്റെ മുത്താണ്, കണ്ണാണ്, പൊന്നാണ് എന്നൊക്കെ നേതാക്കൾ നേരത്തെയും പറയുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്? കെ സുധാകരൻ മത്സരിക്കുമെന്ന് പറയുന്നു, MP-മാർ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് പറയുന്നു. ഈ പ്രശ്നം ഇപ്പോഴും ഒരു തരിമ്പിന് പോലും അയവില്ലാതെ അങ്ങനെ കലുഷമായ നിൽപ്പാണ്. വിനിത, തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. പ്രശ്നങ്ങൾ എവിടെയും അവസാനിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള അനുനയ നീക്കങ്ങൾ അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇപ്പോൾ സുധാകരനുമായി രമേശ് ചെന്നിത്തല നടത്തിയ ആ കൂടിക്കാഴ്ച പോലും അത്തരത്തിലേക്കൊരു അനുനയ നീക്കത്തിന്റെ ശ്രമമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. നേരത്തെ തന്നെ സുധാകരനുമായി മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോഴും കടുംപിടുത്തത്തിൽ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരു വിശദീകരണം എന്ന നിലയിൽ സുധാകരൻ പറയുന്നത്, നേരത്തെ തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്ന ഒരു വാഗ്ദാനം തനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വാഗ്ദാനം ഇപ്പോൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് സുധാകരൻ ചോദിക്കുന്നത്. PR അരവിന്ദ്, അവിടെ രമേശ് ചെന്നിത്തല സുധാകരനെ കാണാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. സുധാകരൻ ആദ്യം ഫ്ളാറ്റിൽ പോകുമ്പോൾ സുധാകരൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പാർലമെന്റിലായിരുന്നു. മടങ്ങി വരും വരെ ചെന്നിത്തല അവിടെ വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അതിനുശേഷം സുധാകരൻ വന്നതിന് ശേഷം സംസാരിച്ചിട്ട് ഇറങ്ങിയ സംസാരമാണ് നമ്മൾ നേരത്തെ കേട്ടത്. രമേശ് ചെന്നിത്തലയുടെ വരികൾക്കിടയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ചർച്ചയിലും കാര്യമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഒന്നുകിൽ കെ സുധാകരൻ പിടിക്കുന്ന കടുത്ത പിടിവാശിക്ക് മുന്നിൽ കീഴടങ്ങുക, അതല്ല എന്നുണ്ടെങ്കിൽ കെ സുധാകരന്റെ വിമത സ്ഥാനാർത്ഥിത്വം അടക്കം പ്രതീക്ഷിച്ചുകൊണ്ട്
അതിൻ്റെ മാക്സിമം അതിൻ്റെ ദിവസേനേറിയ പ്രതീക്ഷ കൊണ്ട് സ്ഥാനാർത്ഥികളെ രണ്ടും കൽപ്പിച്ച് പ്രഖ്യാപിക്കുക. ഈ രണ്ടല്ലാതൊരു ഓപ്ഷൻ ഇപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിലുണ്ടോ അരവിന്ദ്? ഹാഷ്മി, എന്തായാലും ഒരു പ്രശ്നപരിഹാരം ഇതുവരെ ആയിട്ടില്ല. രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. കാരണം ഏകദേശം അരമണിക്കൂറോളം നേരമാണ് രമേശ് ചെന്നിത്തല കെ സുധാകരനുമായി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി സംസാരിച്ചത്. രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. കാരണം തന്റെ പിടിവാശിയിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ മോഹം, അതുപോലെ തന്നെ അത് തുറന്നു പറയും അദ്ദേഹം ചെയ്തിരുന്നു. ആ നിലപാടിൽ തന്നെ കെ സുധാകരൻ ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നു. അത് ഇന്ന് രാവിലെ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം അദ്ദേഹം പാർലമെന്റിലേക്ക് പോയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഈ MP ഫ്ളാറ്റിൽ തന്നെ കെ സുധാകരൻ ഇപ്പോഴും തുടരുകയാണ്. ഹൈക്കമാൻഡുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്ക് കെ സുധാകരൻ ഇപ്പോഴും പോയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്തും കെ സുധാകരൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ തുടരുകയാണ്. എന്തായാലും അനുനയ ശ്രമവുമായിട്ടാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ഈ ഫ്ളാറ്റിലേക്ക് എത്തിയത്. പക്ഷേ 15-20 മിനിറ്റോളം സംസാരിച്ചെങ്കിലും ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. കാരണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കണ്ണൂർ സീറ്റ് നൽകാമെന്ന അല്ലെങ്കിൽ നൽകാമെന്ന ഉറപ്പ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചു എന്നതാണ് കെ സുധാകരന്റെ പക്ഷമടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കെ സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഇനി ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ട അല്ലെങ്കിൽ മറ്റൊരാൾ ആ സീറ്റിലേക്ക് പരിഗണിക്കുമെങ്കിൽ അത് കെ സുധാകരൻ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നതാണ് ഏറെ നിർണായകം. ഇതുകൂടാതെ തന്നെ മറ്റ് രീതികളിലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു പേര് കണ്ണൂർ സീറ്റിലേക്ക് പരിഗണിക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള മറ്റൊരു വഴി. പക്ഷേ ആ ഒരു നിർദ്ദേശം, കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതുവരെ കെ സുധാകരൻ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. രമേശ് ചെന്നിത്തല പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കടക്കം കെ സുധാകരൻ മത്സരിക്കണമെന്നൊരു വികാരം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വമാണ്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. കെ സുധാകരൻ ഒരു ഇളവ് നൽകുകയാണെങ്കിൽ മറ്റ് MP-മാർ കൂടി സമാനമായ ആവശ്യം ഉന്നയിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അടൂർ പ്രകാശിന്റെ നിലവിൽ ചർച്ചകൾ നടത്തി അത് രമ്യമായ അടൂർ പ്രകാശിന്റെ വിഷയം പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ കെ സുധാകരന്റെ ഇപ്പോഴുള്ള ഈ സീറ്റിന് വേണ്ടിയുള്ള അദ്ദേഹം ഉന്നയിച്ച ആവശ്യം അത് എങ്ങനെ പരിഹരിക്കുമെന്ന ആശയക്കുഴപ്പം കോൺഗ്രസ് നേതൃത്വത്തെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നടന്ന അരമണിക്കൂർ ചർച്ച അത് യാതൊരുവിധ ഫലവും കണ്ടിട്ടില്ല. എന്തായാലും ഇനി തീരുമാനം എല്ലാം ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. ഹൈക്കമാൻഡുമായി സുധാകരനെ ഉൾപ്പെടുത്തുവോ, സുധാകരനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ സുധാകരന്റെ പ്രതികരണം എന്താണ് നോക്കൂ. ഇതൊരു ഡുവോർ ഡേ ബാറ്റിലാണ് കോൺഗ്രസിന്. ചരിത്രത്തിൽ ആദ്യമായി LDF ഭരണ തുടർച്ച, അത് കഴിഞ്ഞ് മടങ്ങിവരവിനുള്ള അക്ഷരാർത്ഥത്തിൽ എന്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡുവോർ ഡൈ എന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇനി ആകെ 10-23 ദിവസം ബാക്കിയുള്ളൂ. പൂർണ്ണസജ്ജരായി ഇതിനോടകം തന്നെ യുദ്ധക്കളത്തിൽ ഇറങ്ങേണ്ട ഒരു പാർട്ടി, ഒരു നേതാവിൻ്റെ, ഏത് നേതാവായിക്കോട്ടെ, മുതിർന്ന നേതാവോ ചെറിയ നേതാവോ ആയിക്കോട്ടെ, ഒരു നേതാവിൻ്റെ സ്ഥാനാർത്ഥി മോഹത്തിൽ തട്ടി അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് അവരുടെ വിജയപ്രതീക്ഷകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയത്തിൻ്റെ പൊലിമ, അതൊക്കെ കെടുത്തുന്നതാണോ, അവരുടെ ഈ പറയുന്ന പ്രതീക്ഷകളെ അസ്തമിപ്പിക്കുന്നതാണോ എന്ന് ആലോചിക്കേണ്ടത് ആ പാർട്ടിയാണ്. എന്തായാലും ഇപ്പോഴും അതിൽ തീരുമാനമായിട്ടില്ല. കെ സുധാകരൻ മത്സരിക്കുകയോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമാവാതെ സ്ഥാനാർത്ഥി പട്ടിക നാളെ നീള എന്ന മട്ടിൽ പോവുകയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇന്ന് തന്നെ ആദ്യമായിട്ട് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വിനിത വിജയോട് തുടരുന്നു. വിനിത, എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്നാണല്ലോ ഏറ്റവും ഒടുവിൽ വന്ന ട്വിസ്റ്റ്. എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. ആ കേസിൽ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യ ഉത്തരവിൽ എൽദോസ് അനുകൂലമായി വരികയും ആ കേസ് പിന്നെ എവിടെയും എത്താതെ അങ്ങനെ നിൽക്കുകയാണ്. സീറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പെട്ടെന്ന് എന്താണ് ഒരു മാറ്റത്തിന് കാരണം വിനിത? ഹാഷ്മി, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ആ മണ്ഡലത്തിൽ പെരുമ്പാവൂരിൽ ചില ട്വിസ്റ്റുകൾ എന്ന തരത്തിലാണ് ഏറ്റവും അവസാന നിമിഷം മറ്റ് ആളുകളുടെ പേരുകൾ കൂടി പരിഗണിക്കുന്നത്. അതിൽ മനോജ് മുത്തേടത്തിന്റെയും ഒപ്പം തന്നെ ഉല്ലാസ് തോമസിന്റെയും പേരുകളാണ് നിലവിൽ പെരുമ്പാവൂരിൽ പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിലെത്തി നേതാക്കളുമൊക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഏറെക്കുറെ അദ്ദേഹം സീറ്റ് ഉറപ്പിച്ച് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ചില പ്രാദേശിക എതിർപ്പുകളും ഒപ്പം തന്നെ പെരുമ്പാവൂരിൽ ഇത്തവണ എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നത് തിരിച്ചടിയാകുമെന്നൊക്കെ ഒരു വിഭാഗം നേതാക്കളുടെ ഒരു എതിർപ്പും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരം എതിർപ്പൊക്കെ മാറ്റിവെച്ച് ഏറെക്കുറെ അദ്ദേഹം സീറ്റ് ഉറപ്പിച്ചതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലേക്കുള്ള ചില പരാതികളടക്കം എൽദോസ് കുന്നപ്പള്ളിക്ക് ഉയരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായി ഒരു ട്വിസ്റ്റ് ഈ പെരുമ്പാവൂർ മണ്ഡലത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്ക് പകരം മറ്റ് 2 പേരെയാണ് ആ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ഇന്ന് ചേരുന്ന യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. നിലവിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടത്തെയും ഒപ്പം തന്നെ ഉല്ലാസ്
എൽദോസ് തോമസിനെയുമാണ് പരിഗണിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള കേസാണ്. ആ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ആ കേസ് വരുമ്പോൾ ഒരുപക്ഷെ അത് ഒരു തിരിച്ചടിയാവുകയാണ് എങ്കിൽ, എൽദോസ് കുന്നപ്പള്ളിക്ക് തിരിച്ചടിയാവുകയാണ് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അതൊരു പ്രതിസന്ധിയിലേക്കടക്കം പോകേണ്ടതായിട്ട് വരില്ലേ എന്നുള്ളതാണ് നേതാക്കളുടെ മുന്നിലുള്ള ചോദ്യം. അത്തരത്തിലെ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റായ പെരുമ്പാവൂരിൽ മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി പരിഗണിക്കുന്ന കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, എൽദോസ് കുന്നപ്പള്ളി ഡൽഹിക്ക് പോയതാണ്. ഡൽഹിക്ക് പോയി കാര്യം സംസാരിച്ച് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് മടങ്ങി വന്നിട്ടുണ്ടോ എന്നല്ലാതെ അവിടെ തന്നെ തുടരാണോന്നും അറിയില്ല. അപ്പോൾ പൊടുന്നനെ തനിക്ക് അവിടെ സീറ്റില്ല എന്ന തിരിച്ചറിവിൽ അവിടെയും ഒരു പൊട്ടിത്തെറി കോൺഗ്രസ് പ്രതീക്ഷിക്കണോ? ആശ്മി, പെരുമ്പാവൂരിൽ പ്രാദേശികമായിട്ട് വന്നിട്ടുള്ള എതിർപ്പ്, ഒപ്പം തന്നെ ഇനി ഇപ്പോഴുള്ള ലൈംഗിക പീഡന പരാതി, ആ കേസ് മുന്നോട്ട് പോയാൽ അത് 26-ാം തീയതി വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്. അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ആകെ ബാധിക്കും എന്നുള്ള ഇത്തരം 2 തീരുമാനങ്ങൾ വന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ഒരു വീണ്ടും വിചാരം അത് ഹൈക്കമാൻഡിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മറ്റ് 2 പേരുകളാണ് പ്രധാനമായും ഇനി പെരുമ്പാവൂരിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് മനോജ് മൂത്തേട, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ പീഡന പരാതിയിലുള്ള അല്ല, ആ പീഡന ജാമ്യ ഉത്തരവിൽ പ്രകടമായും എൽദോസിന് അനുകൂലമായ ചില പരാമർശങ്ങൾ കോടതിയിൽ ഉണ്ടായി എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അതോടുകൂടിയാണല്ലോ ആ കേസ് ഏതാണ്ട് അങ്ങ് നേർത്ത് ഇല്ലാതായി പോയത്. പിന്നെ അതിന്റെ വിചാരണ ബാക്കിയാൽ നടക്കണം. ആ കേസിന്റെ കാര്യത്തിൽ മാത്രമാണോ പെട്ടെന്ന് എൽദോസിനെ മാറ്റാനുള്ള തീരുമാനം? അതോ ആ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വല്ല സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ പുതിയ വെളിപ്പെടുത്തലുണ്ടാകും തുടങ്ങിയ വല്ല തലവേദന പുതിയതായി ഉണ്ടാവുന്നതുകൊണ്ടാണോ വിപിൻ? ആഷ്മി, അതുമാത്രമല്ല, അതിലൊരു പ്രാദേശികമായിട്ടുള്ള ഒരു എതിർപ്പുണ്ടായിരുന്നു. മറ്റൊന്ന് MLA എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഇത് പ്രാദേശികമായിട്ടുള്ള ഈ എതിർപ്പും ഈ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മറ്റു മണ്ഡലങ്ങളെ കൂടി ബാധിക്കാനുള്ള ഇടയുണ്ട് എന്നുള്ളത് നേതാക്കൾക്ക് ഇടയിൽ തന്നെ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു. ഇത് ഹൈക്കമാൻഡ് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു സർവേ നടത്തിയിരുന്നു. ഈ സർവേയിലൊക്കെ എൽദോസ് കുന്നപ്പള്ളിക്ക് വീണ്ടും അവിടെ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു വിജയസാധ്യതയെ അത് ബാധിക്കും എന്നുള്ള നിലയ്ക്ക് കാണുന്നത്. സുധാകരൻ്റെ നിലപാടിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിനെ കണ്ട് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങൾ ആരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം മാറ്റാത്തിടത്തോളം കാലം ഏതെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഹൈക്കമാൻഡേയും കേരളത്തിലെ പാർട്ടിയുടെയും നിലപാടുകൾ സുധാകരനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പ് സമിതിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് പിന്നെ സുധാകരനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ വന്ന് കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അനുനയം നടന്നോ ഇല്ലയെന്നുള്ളത് സുധാകരനാണ് മറുപടി പറയേണ്ടത്. അതല്ല, സുധാകരൻ പറയുന്ന വാദം എന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അന്ന് തന്നെ സുധാകരന് കൊടുത്ത വാക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്നുള്ളത്. ആ വാക്ക് ഇപ്പോൾ നേതൃത്വം തെറ്റിച്ചു എന്നതാണ് സുധാകരൻ പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. ആരാണ്? ഞാനൊരിക്കലും ശ്രമിച്ചിട്ടില്ല. എൻ്റെ പണിയല്ലല്ലോ ഇത്. പാർട്ടിക്കകത്ത് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം അല്ലാതെ ഏൽപ്പിക്കാത്ത ജോലി ചെയ്യേണ്ട ആളൊന്നും ഞാനല്ല. ഞാനൊരിക്കലും അദ്ദേഹമായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹമായിട്ട് തീർച്ചയായിട്ടും അതിനെന്താ? അല്ല, ഉത്തരവാദിത്വം എനിക്കല്ലല്ലോ. അദ്ദേഹം എന്നേക്കാൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. കേവലം ഒരു MP മാത്രമായി ഞാനെങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും അദ്ദേഹത്തെ അല്ല, അതിനെക്കുറിച്ച് ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഉത്തരം നേരിട്ടറിയാവുന്ന ഒരു ചോദ്യം എന്നോട് ചോദിച്ച് എൻ്റെ വായിൽ നിന്ന് ഉത്തരം പറയിപ്പിച്ചിരുന്ന കാര്യം. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ whenever you ask a question, അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാൻ പിന്നെ എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാനില്ല. സമൂഹ മാധ്യമങ്ങളല്ലല്ലോ കേരളത്തിലെ വോട്ടർമാരെന്ന് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിൻബലയും പിന്തുണയും. അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സമൂഹ മാധ്യമങ്ങളല്ല പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ജനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. പാർട്ടിക്കൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ,
ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാലും നോമിനേഷൻ കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വന്നല്ല പറ്റത്തുള്ളൂ. അപ്പം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കും. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റും. സിസ്റ്റമാണോ അതല്ലെങ്കിൽ പല അധികാര കേന്ദ്രങ്ങളാണോ കോൺഗ്രസിന്റെ ശാപം? അതായത് BJP-യും CPM-ഉം CPI ഒക്കെ ബഹുദൂരം മുന്നിലല്ലേ ഈ പ്രചാരണ കാര്യങ്ങളിൽ? കോൺഗ്രസിൽ ആര് വരും അല്ലെങ്കിൽ പ്രവർത്തകർ എന്ത് ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയാത്തൊരു സാഹചര്യമല്ലേ? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനസമൂഹവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ പൊതുജന വികാരത്തിനെതിരായി ഒരു കാര്യവും ഇപ്പോഴെനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാത്തിനെ കുറിച്ചും സ്വന്തമായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്. പക്ഷേ എൻ്റെ സ്വന്തമായ അഭിപ്രായം നിലപാട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കണ്ട എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അനുനയിപ്പിക്കാനുള്ള നീക്കം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. പക്ഷേ അനുനയിപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയേണ്ടത് കെ സുധാകരനാണ് എന്നുകൂടി പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ. നേരത്തെ രമേശ് ചെന്നിത്തല സംസാരിക്കുമ്പോൾ പ്രവർത്തകർക്കിടയിൽ കെ സുധാകരൻ മത്സരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്നൊരു വരി അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഇനി കെ സുധാകരൻ്റെ ആ കണ്ണൂർ പിടിവാശിക്ക് മുന്നിൽ ഹൈക്കമാൻഡ് കീഴടങ്ങി സുധാകരന് മാത്രം ഇളവിൽ മത്സരിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണോ ആ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ആ പ്രശ്നം 23 നാൾ മാത്രമേ ബാക്കിയുള്ളൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമല്ലോ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ആശ്വസിക്കലാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടായാലേ പറ്റുള്ളൂ. അതിനു മുമ്പ് പ്രശ്നം പരിഹരിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാര്യം ദിവസങ്ങൾ കുറവാണ്. സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ദിവസങ്ങൾ തുലവും തുച്ഛമാണ്. മാത്രമല്ല CPM, CPI, BJP സ്ഥാനാർത്ഥികളൊക്കെ സെറ്റായി അവർ ഗ്രൗണ്ടിൽ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കുന്ന സമയത്താണ് ഇപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനാവാത്ത കോൺഗ്രസിന്റെ കഷ്ടപ്പാട്. വിപിൻ സി വിജയൻ തുടരുന്നു. വിപിൻ, നമ്മൾ പറഞ്ഞു വന്നത് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്നുള്ളതാണ്. പകരം പരിഗണിക്കുന്ന ആരെയൊക്കെയാണ്? ഇനി എൽദോസിന് സീറ്റില്ലെന്ന അവസാന തിരിച്ചറിവിൽ എൽദോസിന്റെ ഒരു നേരത്തെ സുധാകരൻ അവിടെ കരഞ്ഞതുപോലെയുള്ള വൈകാരിക പ്രകടനം കാണേണ്ടി വരുമോ? അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുമോ വിപിൻ? അതെ, അതിനൊരു സാധ്യതയുണ്ട്. കാരണം ഡൽഹിയിലേക്ക് പോയതും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു എന്ന് പറയുകയും വലിയ ആത്മവിശ്വാസത്തിലുമായിരുന്നു എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റം അത് എത്രത്തോളം ഉൾക്കൊള്ളുമെന്നുള്ളതൊക്കെ ഇനി വരുന്ന മണിക്കൂറിൽ തന്നെ അറിയാൻ സാധിക്കും. പ്രധാനമായും 2 പേരുകളാണ് ആഷ്മി പരിഗണിക്കുന്നത്. അത് രണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് ഉണ്ടായിരുന്ന മനോജ് മൂത്തേടം, ഒപ്പം തന്നെ ഉല്ലാസ് തോമസ് എന്നീ 2 പേരുകളാണ്. എൽദോസ് കുന്നപ്പള്ളി മാറുകയാണെങ്കിൽ ഐ ഗ്രൂപ്പുകാരനായിട്ടുള്ള ഉല്ലാസ് തോമസിനെ പരിഗണിക്കണമെന്നുള്ളത് ഒരു വിഭാഗം പറയുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് വരാനുള്ളൊരു സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയുകയില്ല. മറ്റൊന്നുള്ളത് സഭാ നേതൃത്വം ഇതിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സിറോ മലബാർ സഭ ഇതിനോടകം തന്നെ അവിടെ അവരുടെ പ്രാതിനിധ്യം വേണം എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന പേരാണ് മനോജ് മൂത്തേടൻ എന്നുള്ളത്. മനോജ് മൂത്തേടനാണെങ്കിൽ അത് എ ഗ്രൂപ്പിന് ആ ഒരു സീറ്റ് നൽകേണ്ടി വരും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കൂടി ഒരു മാറ്റം വരും. അപ്പോൾ അതിന് എത്രത്തോളം വഴങ്ങും എന്നുള്ളത് ആശയക്കുഴപ്പം ഈ അവസാന നിമിഷവും തുടരുന്നു എന്നുള്ളതാണ്. ഈ സഭാ നേതൃത്വവും അതുപോലെ തന്നെ സാമുദായിക സമവാക്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയാണെങ്കിൽ മനോജ് മൂത്തേടന് അല്പം അവിടെ ഒരു മേൽക്കൈ ഇപ്പോഴുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, ആ റിപ്പോർട്ട് അന്തിമമായിട്ട് പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനവും ഇനി അങ്ങോട്ടേക്ക് വളരെ നിർണായകമാകും. ഏറ്റവും കൂടുതൽ UDF-ന്റെ കയ്യിലുള്ള ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ വലിയ ആശയക്കുഴപ്പവും ട്വിസ്റ്റും സംഭവിച്ചിരിക്കുന്നത്. അഷ്മി, ഓക്കെ, അതിനിടയിൽ വരുന്ന വാർത്ത എം ലിജുവിനെ കായംകുളത്തേക്ക് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്ന മട്ടിലെ കാര്യങ്ങൾ എത്തുന്നു. കായംകുളത്ത് എം ലിജു, ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ, ചേർത്തലയിൽ രാജേന്ദ്ര പ്രസാദ്, ആലപ്പുഴയിൽ 2 പേരുകൾ റീഗോ രാജു, AD തോമസ് എന്നിവരാണ് ആലപ്പുഴയിലെ 2 പേരുകൾ. അമ്പലപ്പുഴയിൽ നേരത്തെ ജി സുധാകരനെ പിന്തുണയ്ക്കാനാണ് തീരുമാനം, അതുകൊണ്ട് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയില്ല. ചെങ്ങന്നൂരിൽ ബിനു ചുള്ളിയിൽ, B ബാബു പ്രസാദ്, KP ശ്രീകുമാർ എന്നിവർ ചെങ്ങന്നൂരിൽ 3 പേരുകൾ ചെങ്ങന്നൂരിൽ. ചാത്തന്നൂർ വേണ്ടെന്ന് ഫോർവേഡ് ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചാത്തന്നൂരിൽ സൂരജ് രവി, ചൈത്ര തമ്പാൻ എന്നിവരെ കോൺഗ്രസ് പരിഗണിക്കുകയാണ്. ചടയമംഗലത്ത് MM നസീറിന്റെ പേര് പരിഗണിക്കുകയാണ്. ഇപ്പോഴും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ പട്ടിക ഉണ്ടാകും. ഒരു 60 പേരെങ്കിലും അടങ്ങുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തലയും ആദ്യഘട്ട പട്ടിക ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോഴും കെ സുധാകരൻ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മട്ടിൽ നിൽപ്പാണ്. അപ്പോൾ അതിൽ പറഞ്ഞ് അനുസരിപ്പിക്കാൻ, അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുമോ എന്നതാണ് ചോദ്യം. നമുക്ക് കാത്തിരുന്ന് കാണാം. 2 മറ്റു വാർത്തകളിൽ കൂടി പോയിട്ട് നമുക്ക് സ്ഥാനാർത്ഥിത്വത്തിലേക്കും ഈ ബാക്കി ചർച്ചകളിലൊക്കെ പടയെന്ന് വരാം. 2 കോടിയുടെ സ്വർണ്ണം മോഷണം പോയ സംഭവത്തിൽ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ പോലീസ് പരിശോധന നടത്തി. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പരിശോധന. ജിബിൻ JB ആ വാർത്തയുടെ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ജിബിൻ, ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ സമയത്ത് മോഷണം പോകുന്നു. അതിലപ്പോൾ പരാതി ഉണ്ടാവുന്നില്ല. പരാതി ഈ കഴിഞ്ഞ ആഴ്ച മാത്രം പരാതി ഉണ്ടാവുന്നു. അതും എന്താണ്, ഇതിനകത്ത് കടക്കാൻ തന്നെ പ്രയാസമാണ്. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. കമ്മീഷണറുടെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് ജിബിനിലേക്ക് എത്താം.
ആദ്യം അന്വേഷിക്കട്ടെ. കേസ് എടുത്തിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ബാക്കി പിന്നെ നോക്കാം. ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ ഡൗട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ജിബിൻ, നമ്മൾ പറഞ്ഞു വന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഗേറ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, അത് കടക്കാൻ തന്നെ പ്രയാസമാണ്. അത് കടന്ന് ഒരു പ്രധാനപ്പെട്ട റൂമിനകത്ത് ഒരു ഇരുമ്പ് പെട്ടിക്കകത്തിരുന്ന 2 കോടിയുടെ സ്വർണം ആരോ വന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് മൊത്തത്തിൽ ദഹിക്കാൻ കുറച്ച് പ്രയാസമുള്ള സംഭവമാണ്. പോലീസ് അത് വിശദമായി അന്വേഷിക്കുകയാണ് അല്ലേ? ഹാഷ്മിയ തന്നെയാണ്. കാരണം ഈ കവടിയാർ കൊട്ടാരം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. 24 മണിക്കൂറും പോലീസിന്റെ പെട്രോളിംഗുകൾക്ക് ഉൾപ്പെടെയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെയാണ് ഈ കൊട്ടാരത്തിന്റെ അകത്ത്, അതായത് 150-ൽ പരം മുറികളുള്ള ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലെ തെക്കേ ഭാഗത്തിലെ 2ാമത്തെ നിലയിലുള്ള ഗൗരി ലക്ഷ്മി ബായിയുടെ മുറിയിലെ ഇരുമ്പലമാരിയിൽ നിന്നാണ് ഈ 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് 2025 ഒക്ടോബറിനും നവംബറിനും ഇടയിലാണ് പുറത്തുനിന്ന് ആരോ ഒരാൾ കൊട്ടാരത്തിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറി ഇത്രയും വലിയൊരു മോഷണം നടത്തിയതെന്നാണ് ഇപ്പോൾ നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഏകദേശം 4 മാസത്തോളം കഴിഞ്ഞാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കാരണം ഈ സ്വർണം മോഷണം പോകുന്ന സമയത്ത് ഇവർ ബംഗളൂരിൽ ഒരു ആവശ്യത്തിനായി പോകുന്ന സമയത്താണ് ഈ സ്വർണം നഷ്ടമായതായിട്ടുള്ള വിവരം അറിയുന്നത്. തുടർന്ന് ബംഗളൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയ ശേഷം കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 4 മാസത്തോളം പരിശോധന നടത്തി. അതിനുശേഷം ഇവയൊന്നും തന്നെ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് കഴിഞ്ഞ ആഴ്ച പോലീസിനെ സമീപിക്കുന്നത്. പക്ഷേ ആദ്യം ഇതൊരു കേസായി എടുക്കാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു കൊട്ടാരത്തിന്റെ താല്പര്യം. പക്ഷേ ഇത് പിന്നീട് അങ്ങനെ കേസായി എടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് പോലീസിന് തന്നെ തലവേദനയാവുമെന്ന് കണ്ടുകൊണ്ടാണ് കമ്മീഷണർക്ക് ലഭിച്ച പരാതി പേരൂർക്കട പോലീസിന് കൈമാറുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ അന്വേഷണം ആരംഭിച്ച് ഏകദേശം ആദ്യം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലൊക്കെ കൊട്ടാരത്തിലേക്ക് എത്തുകയും കൊട്ടാരത്തിലെ ജീവനക്കാരുടെയും കൊട്ടാരവാസികളുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ കൃത്യമായൊരു വിവരങ്ങൾ പോലീസിന് ലഭിച്ചില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മുറി ഗൗരി ലക്ഷ്മിബായിയുടെ മുറി ഇരിക്കുന്നത് മറ്റാർക്ക് പ്രവേശനമില്ലാത്ത ഒരു ഏരിയയാണ്. കാരണം ഈ കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത് 2ാമത്തെ നിലയിലാണ് ഈ ഒരു മുറിയുള്ളത്. അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത് ഈ കൊട്ടാര കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ചില പ്രത്യേക കൊട്ടാര ജീവനക്കാർക്കും മാത്രമാണ്. പുറത്തുനിന്നുള്ള ആർക്കും അങ്ങോട്ടേക്ക് കയറാൻ സാധിക്കില്ല. അത് മാത്രമല്ല CCTVയുടെ ദൃശ്യങ്ങൾ ലഭിക്കത്തക്ക CCTVകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു മേഖല കൂടിയല്ല. കാരണം കൊട്ടാരത്തിന്റെ അകത്ത് തന്നെയുള്ള ഏറ്റവും സുരക്ഷാ മേഖലയിലാണ് ഈ ഒരു മുറിയുള്ളത്. അപ്പോൾ അങ്ങനെ ഹൈസെക്യൂർ ഏരിയയിലിരിക്കുന്ന ഒരു അലമാരിക്കകത്തുനിന്ന് സ്വർണം പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ വീട് പൂട്ടി എങ്ങോട്ടെങ്കിലും പോകുന്ന പോലല്ലോ, കൊട്ടാരമില്ല ഒന്നുമല്ലല്ലോ. അപ്പോൾ അത് വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പോഴത്തേക്കും അതിന് അവിടെ ഇരുന്ന് 2 കോടിയുടെ സ്വർണം കാണുന്നില്ല എന്നൊക്കെ അങ്ങ് പറയുന്നത് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പുറത്തുനിന്ന് റോഡിൽ കൂടെ പോയൊരു വഴിയാത്രികൻ അകത്ത് കയറി സ്വർണ്ണം എടുത്ത് അങ്ങ് പോയി എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഈ പരാതിയില്ലാതെ, ഒഫീഷ്യൽ പരാതിയില്ലാതെ അന്വേഷിക്കാൻ പറ്റുമോ എന്ന പോസിബിലിറ്റി ഒക്കെ ആരാഞ്ഞു. പക്ഷേ അത് നടക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ് പരാതിയിലേക്കൊക്കെ പോയത്. സംതിങ് ഫിഷി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിക്കെതിരെ തുറന്നടിച്ച് കണ്ണൂർ CPM-ൽ കലാപക്കൊടി ഉയർത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്ത്. TK ഗോവിന്ദൻ അധികാരത്തോട് ഭ്രമമെന്നും എതിരാളികളുമായി ഒത്തുകളിച്ചെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കുറ്റപ്പെടുത്തി. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് TK ഗോവിന്ദന്റെ മറുപടി. ഗോവിന്ദ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIM-ന്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ കണ്ണൂരിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് 24 മണിക്കൂർ തികയും മുന്നേ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്ത്. എക്സ് കമ്മ്യൂണിസ്റ്റ് എന്നും അവസരവാദിയെന്നും അധികാരഭ്രമമുള്ളയാളെന്നും നേതൃത്വം. അല്ലാതെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഓടിപ്പോകുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുണ്ടിയിൽ അദ്ദേഹം വിട്ടിരിക്കുകയാണ്. തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥിയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയുമായ PK ശ്യാമളയുടെ രാഷ്ട്രീയ അനുഭവ പരിചയം വിശദീകരിച്ചാണ് പാർട്ടി നേതൃത്വം മാധ്യമങ്ങളെ കണ്ടത്. TK ഗോവിന്ദൻ ആരോപണമുന്നയിച്ച ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്കും നേതൃത്വം നിരത്തി. അതേസമയം നേതൃത്വത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് TK ഗോവിന്ദൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നെല്ലാം തെറ്റാണ് എന്ന് ഞാൻ ജയരാജനെ വെല്ലുവിളിക്കും. ഞാൻ പരസ്യ ചാർച്ചൊക്കെ വെല്ലുവിളിക്കും. ഞാൻ ഈ ഉന്നയിച്ച കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഒരിക്കലെങ്കിലും MV ജയരാജനോ EP ജയരാജനോ ഞാൻ സംസാരിച്ച പല സാഹചര്യം P ജയരാജനോ ഇവരെല്ലാം ഉണ്ട്. TK ഗോവിന്ദന്റെ ആരോപണങ്ങളിൽ പാർട്ടി അനുവദിച്ചാൽ മറുപടിയെന്നാണ് PK ശ്യാമളയുടെ പ്രതികരണം. ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി മറുപടി പറയും. അങ്ങനെ പാർട്ടി മറുപടി പറഞ്ഞത് തൃപ്തിയാവുന്നില്ല എങ്കിൽ വ്യക്തിപരമായി മറുപടി പറയണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാനിപ്പോൾ മറുപടി പറയും. TK ഗോവിന്ദന്റെ നാടായ മലപ്പട്ടത്ത് ഇന്ന് CPIM രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും. കണ്ണൂരിൽ CPIM-ന്റെ ഉറച്ച കോട്ടകളായ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും വിമത കലാപങ്ങൾ നേതൃത്വത്തെ വലയ്ക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ TK ഗോവിന്ദനെയും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനെയും UDF പിന്തുണയ്ക്കും. 24 കണ്ണൂർ. ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ നമ്മളോട് സംസാരിക്കുമ്പോഴാണ് TK ഗോവിന്ദൻ ആ പരസ്യ സംവാദത്തിലുള്ള വെല്ലുവിളി നടത്തിയത്.
അപ്പോൾ എം വി ജയരാജൻ്റെയും പി കെ രാഗേഷിൻ്റെയും വാർത്താ സമ്മേളനത്തിനിടയിൽ നമ്മുടെ അജീഷ് ജയകുമാർ ആ ചോദ്യം ചോദിച്ചിരുന്നു, വെല്ലുവിളിച്ചല്ലോ. അപ്പോൾ അതിന് വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലേ എന്നുള്ള നേർക്കുനേർ മറുപടി എം വി ജയരാജൻ പറഞ്ഞില്ല. അദ്ദേഹം സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവായി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ടി കെ ഗോവിന്ദൻ്റെ പ്രതികരണം വരുന്നത് എന്താണെന്നറിയാമോ? CPM നുണ പറഞ്ഞ് പാർട്ടിയെ സംരക്ഷിക്കുന്നു, സത്യം അതിഭീകര രൂപം കൊണ്ട് പുറത്തു വരും. രാഗേഷും എം വി ജയരാജനും പിന്നെ സ്ഥാനമോഹം ഇല്ലാത്തവരാണല്ലോ എന്ന് പറയുന്നു. എന്താണ്, രാഗേഷ് മൂത്രമൊഴിക്കാൻ പോലും പിണറായി വിജയനോട് ചോദിക്കും. താൻ സ്വയം പേര് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്, തന്നെ വ്യാമോഹം പഠിപ്പിക്കേണ്ട, താൻ പാർട്ടിയും കൊണ്ട് മലയോരം നടന്നവനാണ്, താൻ സങ്കടം പറഞ്ഞത് പച്ചക്കള്ളമാണ്, തന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറയുകയാണ് ഗോവിന്ദൻ. പയ്യന്നൂരിലെ കണക്ക് നിവൃത്തികേട് കൊണ്ട് പാർട്ടി അംഗീകരിച്ചാണെന്ന് പറയുന്നുണ്ട്. എന്താണ്, പി കെ ശ്യാമള ഗോവിന്ദൻ മാഷിൻ്റെ ബനാമിയാണ് എന്നുകൂടി കടുത്ത ആരോപണം പിന്നെ ഉന്നയിക്കുന്നു ഗോവിന്ദൻ. തന്നെ പാർട്ടി പ്രൊവോക്ക് ചെയ്തു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ മലപ്പട്ടം എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമമാണ്. ആ പാർട്ടി ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്. അവിടുത്തെ ജില്ലാ സെക്രട്ടറിയേറ്റിലെ അംഗം എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ വലിയ നേതാവാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എം വി ഗോവിന്ദനൊപ്പം തോളോട് തോൾ ചേർന്നപ്പോഴും നേതാവാണ്. അപ്പോൾ ആരും വീര്യത്തിനും വാക്പോരിനൊന്നും മോശമാവില്ല. അപ്പോൾ അവിടെ കലാപം കൊടുമ്പിരി കൊള്ളുകയാണെന്ന് ഉറപ്പായും പറയാം. ആ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ കേരളം എന്തായാലും പ്രചാരണ ചൂടിലാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ റോഡ് ഷോകളിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്താണെന്നറിയോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടും പ്രചരണത്തിൽ ഇറങ്ങാതെ വി അബ്ദുറഹ്മാൻ എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസം കഴിഞ്ഞു, പക്ഷേ താനൂർ മണ്ഡലത്തിൽ അബ്ദുറഹ്മാനെ പ്രചരണം തുടങ്ങിയിട്ടില്ല. ബാക്കി എല്ലാവരും റോഡ് ഷോ ഒക്കെ വളരെ സജീവമായി LDFന്റെ ബാക്കി സ്ഥാനാർത്ഥികൾ കളം പിടിക്കുകയാണ്. താല്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി എന്നാണ് അവിടുത്തെ സൂചന. അതേസമയം ആരോഗ്യ കാരണങ്ങളാലാണ് പ്രചരണത്തിൽ ഇറങ്ങാത്തത് എന്നാണ് വി അബ്ദുറഹ്മാന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 3 മണിയോടെ എന്നുള്ള വാർത്ത ഇപ്പോൾ 24 ബിഗ് ബ്രേക്കിംഗ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 3 മണിയോടെ ഉണ്ടാകുമെന്ന് അറിയാൻ കഴിഞ്ഞു. നേരത്തെ രമേശ് ചെന്നിത്തല അടക്കം അക്കാര്യം പറഞ്ഞതാണ്. സ്ഥാനാർത്ഥി പട്ടിക 3 മണിക്ക്. അപ്പോൾ എത്ര പേർ ആ സ്ഥാനാർത്ഥി ഉണ്ടാകും? 60ഓളം പേരുടെ സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുണ്ടാകുമോ, അത്രയും ഉണ്ടാകുമോ, അതോ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൽ കണ്ണൂർ സീറ്റിന്റെ പേരുണ്ടാകുമോ, കെ സുധാകരൻ അനുനയിക്കപ്പെട്ടോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കും. നമുക്ക് നോക്കാം. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നില്ലെങ്കിലും പ്രചരണത്തിന് തുടക്കമിട്ട് സീറ്റ് ഉറപ്പിച്ച കോൺഗ്രസ് നേതാക്കൾ. ത്രികോണപ്പോര് നടക്കുന്ന വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ രാവിലെ പ്രചാരണം തുടങ്ങി. VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷ് കോൺഗ്രസിൽ ചേർന്നു. അദ്ദേഹവും പ്രചരണം തുടങ്ങും എന്നാണ് രാവിലെ പറഞ്ഞത്. വട്ടിയൂർക്കാവിൽ ശാസ്തമംഗലം പണിക്കേസ് ലൈനിൽ ഗൃഹസന്ദർശനത്തോടെയാണ് കെ മുരളീധരൻ പ്രചാരണത്തിന് തുടക്കമിട്ടത്. വട്ടിയൂർക്കാവിലേത് കടുത്ത പോരാട്ടമെന്ന് കെ മുരളീധരൻ. ഞാൻ ഒരിക്കലും ഒരു ലൈറ്റ് ആയിട്ടുള്ള മത്സരത്തിനോട് ഇന്ന് വരെ ഞാൻ ജയിച്ചിട്ടില്ല. തൃശൂർ മണലൂരിൽ TN പ്രതാപനും പ്രചാരണം തുടങ്ങി. മണലൂരുകാരുടെ ഹൃദയത്തിലാണ് താനെന്ന പ്രതാപൻ. പ്രചാരണത്തിന് താൻ പോസ്റ്ററുകൾ ഉപയോഗിക്കില്ലെന്ന ചാണ്ടിയുമ്മൻ. ഇതിന് ചാണ്ടിയുമ്മൻ പറയുന്ന കാരണം ഇങ്ങനെ: അനാവശ്യ ചെലവ് ഒഴിവാക്കുന്നു. അത് പ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടി നേതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് സഹകരിക്കണം. ഇങ്ങനെ ഒരു കോമൺ ഫ്ലെക്സ് എന്തായാലും ഇല്ല. ഇതിനിടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും CMP നേതാവുമായ CP ജോൺ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. കൊല്ലത്ത് 100-ലേറെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം DCC ഓഫീസിൽ നിന്ന് ബിന്ദു കൃഷ്ണ പ്രചാരണത്തിന് തുടക്കമിട്ടു. ഇതിനിടെ VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷ് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര കക്ഷിയിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. മലമ്പുഴയിൽ ഇന്ന് തന്നെ പ്രചാരണം തുടങ്ങുമെന്ന A സുരേഷ്. ഇലക്ഷൻ ഡെസ്ക് 24. അതിനിടയിൽ തിരുവമ്പാടി പട്ടാമ്പി സീറ്റ് സ്വാപ്പിംഗ് ഇല്ല, സീറ്റ് വെച്ച് മാറില്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു. തിരുവമ്പാടിയിൽ ലീഗ് തന്നെ മത്സരിക്കും. തിരുവമ്പാടിയിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ സീറ്റ് കൊടുക്കാൻ ചാൻസ് VS ജോയിക്കായിരുന്നു. VS ജോയി തവനൂരിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പണ്ടൂരിൽ AP അനിൽകുമാർ മത്സരിക്കുമെന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കുറേയധികം സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അന്തിമമാകുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക 3 മണിയോടെ എന്നുള്ളതാണ് ദീപക് ധർമ്മടം അല്പസം മുമ്പ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. എന്തായാലും അതിൽ ആരൊക്കെ ഉണ്ട് എന്ന കാര്യമാണ് ഇനിയുള്ള ആകാംക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രചാരണം തുടങ്ങും. CPMന് ജില്ലയിൽ വിമത ഭീഷണി നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് എത്തുന്നത്. വിമത ഭീഷണി മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് പാർട്ടിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സാഹചര്യമാണ് LDFും CPIയും ഇത്തവണ നേരിടുന്നത്. പാർട്ടിയുടെ ഉയർന്ന ഘടകങ്ങളുള്ളവരും ജനസ്വാധീനമുള്ളവരുമായ നേതാക്കൾ ഒന്നിച്ച് പാർട്ടിക്കെതിരെ മത്സരത്തിനിറങ്ങുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരമൊരു പ്രതിസന്ധി എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം.
വിമതരായി രംഗപ്രവേശം ചെയ്തവരെ വർഗവഞ്ചകൻ, കുലംകുത്തി, പാർലമെന്ററി വ്യാമോഹി എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തകരെ വികാരം കൊള്ളിച്ച് എതിർക്കുകയാണ് CPIM ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രം. എന്നാൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളോട് സമൂഹം എങ്ങനെ പ്രതികരിക്കുമെന്നത് ഇപ്പോഴും ആശങ്കയാണ്. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ വിമതർ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് മുന്നണിയുടെ നായകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രചാരണത്തിലെത്തുന്നത്. വിവാദങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മട്ടന്നൂരിൽ നിന്ന് റോഡ് ഷോയായി ധർമ്മട മണ്ഡലത്തിലേക്ക് പോകും. പിണറായിയിലാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം. അടുത്ത ദിവസം മുതൽ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിക്കും. 5 നിയമസഭാ മണ്ഡലങ്ങളിലെ പാർട്ടി സ്വതന്ത്രത കാര്യത്തിൽ വൈകാതെ പ്രഖ്യാപനമുണ്ടാകും. പാലക്കാട്, കൊണ്ടോട്ടി, കൊടുവള്ളി, കോട്ടക്കൽ, തിരൂർ മണ്ഡലങ്ങളിൽ പാർട്ടി പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. 24 തിരുവനന്തപുരം. എലത്തൂർ സീറ്റിൽ വിദ്യാ ബാലകൃഷ്ണനെ ഫീൽഡ് ചെയ്യാനാണ് കോൺഗ്രസിന് തീരുമാനമെന്ന് അറിയാൻ കഴിയുന്നു. കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാറാണ്. നാദാപുരത്ത് KM അഭിജിത്താണ്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ ഒക്കെ മുതിർന്നത് KM അഭിജിത്താണ്. ബാലുശ്ശേരിയിൽ സൂരജാണ്. കോഴിക്കോട് നോർത്തിൽ K ജയന്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ കോൺഗ്രസ് പട്ടികയിലുള്ള ഓരോരുത്തരുടെ പേരുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് 3 മണിക്കാണ് ആ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം ഉണ്ടാവുക. അപ്പോൾ അത് കണ്ണൂരുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ആകാംക്ഷ. UDFൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ ഇന്നറിയാം. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. തിരുവമ്പാടി സീറ്റിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. അതിനിടെ ഫോർവേഡ് ബ്ലോക്കിന് നൽകിയ ചാത്തന്നൂർ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തു. അതും ട്വിസ്റ്റാണ്. മത്സരിക്കുന്ന 8 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ ആരെന്നതിൽ ധാരണയായി. തൊടുപുഴയിൽ PJ ജോസഫ് മാറി മകൻ അപ്പു ജോൺ ജോസഫ് മത്സരിക്കാനാണ് സാധ്യത. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് മത്സരിക്കും. വൈകിട്ട് കോട്ടയത്ത് പാർട്ടി ചെയർമാൻ PJ ജോസഫ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരവാഹി ചർച്ച ഇന്നും തുടരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുമ്പോൾ വേങ്ങരയിൽ KM ഷാജിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഉയർന്നിരുന്നു. ഇതിനിടെ ഫോർവേഡ് ബ്ലോക്കിന് നൽകിയ കൊല്ലം ചാത്തന്നൂർ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തു. KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവി സ്ഥാനാർത്ഥിയാകും. RSP സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. കോഴിക്കോട് എലത്തൂരിൽ AK ശശീന്ദ്രന് NCP വീണ്ടും സീറ്റ് നൽകിയത് ഇടതു സ്വതന്ത്രനായി മത്സരിക്കും എന്ന ഭീഷണിക്ക് വഴങ്ങിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ പിന്തുണയും ശശീന്ദ്രന് അനുകൂലമായി തുണയായി. അതേസമയം സംഘടനാ നടപടി പാലിച്ചാണ് എലത്തൂരിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നാണ് AK ശശീന്ദ്രൻ 24നോട് അവകാശപ്പെടുന്നത്. NCP കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ശശീന്ദ്രനെതിരെ ശക്തമായ എതിർസ്വരമാണ് ഉയർന്നത്. തന്റെ പേരാണ് സ്ഥാനാർത്ഥിത്വത്തിന് തടസ്സമായതെന്ന് മുക്കം മുഹമ്മദ് പറയുമ്പോൾ യഥാർത്ഥ കാരണം അതായിരുന്നില്ല. NCP കേന്ദ്ര നേതൃത്വത്തിനു മുന്നിൽ ശക്തമായ സമ്മർദ്ദമാണ് AK ശശീന്ദ്രൻ ഉയർത്തിയത്. സീറ്റ് നൽകിയില്ലെങ്കിൽ ഇടതു പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ പിന്തുണ AK ശശീന്ദ്രൻ ഉറപ്പിച്ചിരുന്നു. നിലവിൽ നിയമസഭയിലേക്ക് പാർട്ടി ഉറപ്പിക്കുന്ന സീറ്റ് നഷ്ടമാകുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇതോടെയാണ് PC ചാക്കോ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ വഴങ്ങിയത്. 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച ശശീന്ദ്രന് തന്നെ മറ്റൊരു അവസരം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് നൽകേണ്ടി വന്നു. എന്നാൽ 3 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഉയർന്നു വന്നതെന്നും NCP ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുത്തതെന്നും AK ശശീന്ദ്രൻ. പാർട്ടിയിലെ ഒരു നടപടിക്രമമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. NCPയിൽ പ്രശ്നങ്ങളില്ല, അഭിപ്രായങ്ങളുണ്ടായിരുന്നു. എലത്തൂരിലെത്തിയപ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേര് ഉയർന്നു വരികയുണ്ടായി. എലത്തൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. എലത്തൂരിൽ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ടെന്ന് പോസ്റ്റർ. ശശീന്ദ്രനെ ജയിപ്പിക്കാൻ അച്ചാരം വാങ്ങിയവരെ തിരിച്ചറിയണമെന്നും പോസ്റ്ററിലുണ്ട്. സ്ഥാനാർത്ഥിയായി വിദ്യാ ബാലകൃഷ്ണന്റെ പേര് സജീവ ചർച്ചയായതിന് പിന്നാലെയാണ് പ്രതിഷേധ പോസ്റ്റർ. 24 മുംബൈ. എന്തായാലും പ്രതിഷേധ പോസ്റ്റർ വർക്കൗട്ടാവില്ല. വിദ്യ തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നറിയാൻ കഴിയുന്നു. അതിനിടയിൽ AK ശശീന്ദ്രനെതിരെ വീണ്ടും വിമർശനവുമായി NCP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് രംഗത്ത് വരുന്നുണ്ട്. അല്പസം മുമ്പ് NCPയിൽ ജനാധിപത്യ സമ്പ്രദായം ഉണ്ടാവരുത് എന്ന എല്ലാ കാലത്തും വാശി പിടിക്കുന്ന നേതാവിന്റെ പേരാണ് AK ശശീന്ദ്രൻ. സംസ്ഥാന ജില്ലാ ബ്ലോക്ക് യോഗങ്ങൾ ചേരാൻ AK ശശീന്ദ്രൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതാണ് എലത്തൂരിൽ LDF സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുന്ന ആളെ പറ്റിയാണ് ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ഉണ്ടാവണം. അതുകൊണ്ട് LDFന് മങ്ങലേൽപ്പിക്കുന്ന ഒരു നടപടിക്കും തങ്ങൾ പോകില്ല എന്നാണ് മുക്കം മുഹമ്മദ് പറയുന്നത്. അപ്പോൾ അതായത് വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കില്ല എന്നുകൂടിയാണ് അതിനർത്ഥം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരെ എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പാലക്കാട് രമേശ് പിഷാരടിയുടെ പേര് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. തൃത്താലയിൽ VT ബൽറാമാണ്. ചിറ്റൂരിൽ സുമേഷ് അച്യുതനാണ്.
മലമ്പുഴയിൽ സുരേഷ് VS PA ആയിരുന്ന സുരേഷാണ്. തരൂരിൽ സുബ്രഹ്മണ്യൻ ആണ്. അപ്പോൾ കുറേയധികം പേരുകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുടെ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. 3 മണിയോടുകൂടി അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാനും കഴിയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിക്കുന്നു NDA സ്ഥാനാർത്ഥികൾ. താരപ്രചാരകരെ ഉൾപ്പെടെ എത്തിച്ച് പ്രചാരണത്തിൽ മുന്നേറാനാണ് BJP നീക്കം. അതേസമയം ആവശ്യപ്പെട്ട സീറ്റ് ലഭിക്കാത്തതിനാൽ മുന്നണി വിടുമെന്ന് NDA സഖ്യകക്ഷിയായ കാമരാജ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുകയാണ്. സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ അതിവേഗം നിശ്ചയിച്ചതിന്റെ ആവേശത്തിലാണ് BJP ക്യാമ്പ്. വരും ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ വിവിധ മണ്ഡലങ്ങളിലെത്തും. ഇന്ന് കാട്ടാക്കട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. അതേസമയം ഇന്നലെ കോൺഗ്രസ് വിട്ട KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് അടക്കമുള്ളവർ BJPയിൽ ചേർന്നു. ജയകുമാർ അവരെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ പ്രണേഷ് രാജേന്ദ്രനെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്നു. ശ്രീമതി ആതിര അനിൽകുമാറിനെ സ്വീകരിക്കുന്നു. സുനിൽ രാഘവപുരത്തെ ഷോർട്ട് സ്വീകരിക്കുന്നതിനായിട്ട് സേതു വേർക്കോലി അവരെ സ്വീകരിക്കുന്നതിനായിട്ട് നാലിടങ്ങളിൽ കൂടി 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോൾ സ്ഥാനാർത്ഥിയാകും. കൊടുങ്ങല്ലൂരിൽ വർഗീസ് ജോർജും പിറവത്ത ജിബി അബ്രഹാമും റാന്നിയിൽ തോമസ് K സാമുവലും മത്സരിക്കും. തൃക്കാക്കരയിൽ UDF കോട്ട തകരുമെന്ന 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർ 24നോട്. ഈ മണ്ഡലം കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമാണ്, ഈ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ മണ്ഡലമാണ് എന്ന് ആ ജനതയോട് ഇങ്ങനെ പറഞ്ഞ് അവരെ അടിമളാക്കി മാറ്റാതെ അവർ മാറി ചിന്തിക്കുമെന്ന ഭയത്തോടു കൂടിയിട്ടൊന്ന് പ്രവർത്തിച്ചു നോക്കട്ടെ. ഇതിനിടെ ആവശ്യപ്പെട്ട സീറ്റുകൾ ലഭിക്കാത്തതിനാൽ NDA സഖ്യകക്ഷിയായ കാമരാജ് കോൺഗ്രസ് ഇടഞ്ഞു. വിജയസാധ്യതയുള്ള പാറശാല നൽകിയില്ലെന്ന വിഷ്ണുപുരം ചന്ദ്രശേഖർ 24നോട്. 10-20 വർഷം കൊണ്ട് നിൽക്കുന്ന പല ഘടകകക്ഷികൾക്കും കാലാകാലം BJPക്ക് വോട്ടിടുന്ന ജോലി മാത്രമാണ് ഉള്ളത്. അത് തന്നെ തുടരുകയാണ്. നമ്മൾ തൃപ്തനാണോ എന്ന് വെച്ചാൽ തൃപ്തനല്ല. പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങളൊരു 3 സീറ്റ് കൂടി അവർക്ക് വേണേൽ അതുകൂടി കൊടുത്ത് 73 അവർ ഭരിക്കട്ട്. 47 മണ്ഡലങ്ങളിലാണ് ഇന്നലെ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 24 തിരുവനന്തപുരം. ഇവിടെ K സുധാകരന് സീറ്റില്ല എന്നൊരു വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട്. K സുധാകരന് സീറ്റില്ല എന്നാണ് വാർത്ത. പാർലമെന്റിൽ തുടരാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. അതിനോട് K സുധാകരന്റെ പ്രതികരണം എന്താകുമെന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. K സുധാകരൻ അടമൻ്റായി അവിടെ കണ്ണൂർ സീറ്റിൽ മത്സരിച്ചേ പറ്റുള്ളൂ, അതല്ലാതെ ഒരു തരത്തിലുള്ള സമവായത്തിനും ഇല്ല എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയായിരുന്നു. അത് രഹസ്യമായി മാത്രമല്ല 110% കണ്ണൂരിൽ മത്സരിക്കും, ജയിക്കുമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞത് K സുധാകരൻ തന്നെയാണ്. അതിനുശേഷം കണ്ണൂർ ചങ്കാണ്, പാലാണ് തേരാണ് എന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും K സുധാകരൻ തന്നെയായിരുന്നു. അപ്പോൾ തൽക്കാലം K സുധാകരൻ കണ്ണൂർ ചങ്കാണെങ്കിലും അത് അവിടെ മത്സരിക്കേണ്ടതില്ല, പാർലമെന്റിൽ തുടരുക എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്നറിയാൻ കഴിയുന്നു. പക്ഷേ അതിനോട് സുധാകരന്റെ പ്രതികരണം എനിക്ക് ആ തീരുമാനം അറിയിക്കാനായിരിക്കണം ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഗോദാവരിൽ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ 3 മണിക്ക് പ്രഖ്യാപിക്കുന്നതിൽ കണ്ണൂരിന്റെയും തളിപ്പറമ്പ് സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തളിപ്പറമ്പ് CPM വിട്ട ഗോവിന്ദന് പിന്തുണ നൽകാനൊരു ധാരണയുണ്ടോ എന്നൊരു സംശയമുണ്ട്. മിക്കവാറും അവിടെ CPM വിട്ട് മൂന്ന സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗോവിന്ദന് അവിടെ പിന്തുണ നൽകാനായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് അതിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടാകാൻ വഴിയില്ല. അത് CPMന്റെ സ്ട്രോങ് സീറ്റാണ്, അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാനേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അവിടെ പിന്തുണ എന്നതിലേക്ക് എത്തുകയാണ്. എന്തായാലും ഇല്ലോളം വൈകിയാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരികയാണ്. 3 മണിക്കായിരിക്കും ഒരുപക്ഷെ 10-60 പേരുടെയെങ്കിലുമുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോക്ടർ വന്ദനാദാസ് വധക്കേസ് പ്രതി സന്ദീപ് കുറ്റക്കാരൻ എന്ന് പറയുകയാണ് കോടതി. സന്ദീപിനുള്ള ശിക്ഷ മറ്റന്നാൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കും, വിധിക്കും. പ്രതിക്ക് മാനസിക രോഗമുണ്ട് എന്ന വാദം നിലനിൽക്കില്ല, അല്ലെങ്കിൽ നിലനിന്നില്ല എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടേണ്ടത് സമൂഹത്തിന്റെ ആവശ്യം എന്ന് ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ വന്ദനാദാസ് കൊലപാതക കേസിന്റെ വിധി കേൾക്കാൻ രാവിലെ തന്നെ മാതാപിതാക്കളായ മോഹൻദാസും വസന്തകുമാരിയും എത്തിയിരുന്നു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് വിധി പറഞ്ഞത്. കൊലപാതകം, വധശ്രമം, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അന്യായമായി തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ, ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം എന്നിവ തെളിഞ്ഞതായി കോടതി. മകൾക്ക് നീതി കിട്ടിയെന്ന് വന്ദനാദാസിന്റെ മാതാപിതാക്കൾ. കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടല്ലേ വിധി വരട്ടെ. പ്രോസിക്യൂഷൻ നന്നായിട്ട് വാദിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ നമ്മുടെ അഡ്വക്കേറ്റ് പ്രസന്റ് ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും അസന്നിഗ്ധമായിട്ട് തെളിഞ്ഞതായിട്ടാണ് കോടതി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേസിൽ 70-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും പ്രോസിക്യൂഷന് ഹാജരാക്കിയിരുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ സ്വാഭാവികമായും കോടതിയിൽ ആരോപിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ
തെളിഞ്ഞിട്ടുള്ളതായി, സംശയാതീതമായി തെളിഞ്ഞിട്ടുള്ളതായി, പ്രതിക്ക് ഇൻസാനിറ്റി ഉണ്ട് എന്നുള്ള പ്രതിഭാഗം തർക്കം ഒരു കാരണവശാലും നിലനിൽക്കത്തില്ല എന്നുമാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. പ്രോസിക്യൂഷനും പോലീസും ഒത്തുചേർന്ന് വളരെ ഇണക്കത്തോടെ ഈ ശ്രമകരമായ ഈ പ്രയത്നത്തെ ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. 2023 മെയ് 10 പുലർച്ചെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ക്രൂരകൊലപാതകം നടന്നത്. കാലിന് പരിക്കേറ്റ കുടുവട്ടൂർ സ്വദേശിയായ സന്ദീപിനെ പൂയപ്പള്ളി പോലീസ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രകോപിതനായി ആക്രമിക്കുകയായിരുന്നു. സർജിക്കൽ കത്രിക ഉപയോഗിച്ചാണ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. 24 കൊല്ലം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഫൈനൽ ലിസ്റ്റ് അന്തിമ പട്ടികയായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. ഇന്ന് 3 മണിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കെ സുധാകരന് സീറ്റ് നൽകില്ല എന്നാണ് അതിലെ പ്രധാന സവിശേഷത. കണ്ണൂർ സീറ്റിൽ ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല. പറവൂരിൽ വി ഡി സതീശനും പേരാവൂരിൽ സണ്ണി ജോസഫും സ്ഥാനാർത്ഥികളാണ്. പാലക്കാട് രമേശ് പിഷാരടി, മലമ്പുഴയിൽ എ സുരേഷും മത്സരിക്കും. തളിപ്പറമ്പിൽ CPM വിട്ട ടി കെ ഗോവിന്ദന് പിന്തുണ നൽകാനാണ് ധാരണ. ദീപക് ധർമ്മടം വിവരങ്ങൾ മറ്റൊരു. ദീപക്, ഇന്ന് 3 മണിയോടെ നമ്മൾ ഈ പറയുന്ന പേരുകൾ പ്രഖ്യാപിക്കപ്പെടും എന്നാണോ കരുതേണ്ടത്? കണ്ണൂരിൽ എന്തായാലും കെ സുധാകരൻ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും സീറ്റ് കൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനം ഹൈക്കമാൻഡിനോട് കെ സുധാകരന്റെ പ്രതികരണം എന്ത് എന്നുള്ളതാണ് അടുത്ത ആകാംക്ഷ. ദീപക്. ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരന് സീറ്റില്ല എന്നതാണ്. കെ സുധാകരന് സീറ്റ് നൽകേണ്ടതില്ല എന്നും പാർലമെന്റിൽ തുടരുക എന്നതുമാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ആ തീരുമാനം കെ സുധാകരനെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. മാത്രമല്ല, അവസാന വട്ടത്തിൽ അനുനയത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായി ആണ് രമേശ് ചെന്നിത്തല കണ്ടത് എന്നുകൂടിയുള്ള വിവരം ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മറ്റൊന്ന്, സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യത്തെ 60 എണ്ണം പ്രഖ്യാപിക്കാനാണ് ശ്രമം നടത്തുന്നത്. പക്ഷേ എന്നാൽ 60 പട്ടിക ഇപ്പോഴും ശരിയായിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 2 കാര്യങ്ങൾ കണ്ണൂർ ഒഴിച്ചിടും, അതുപോലെ തളിപ്പറമ്പ് ഒഴിച്ചിടും. തളിപ്പറമ്പിൽ CPIM-ൽ നിന്നും വിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗോവിന്ദനെ പിന്തുണയ്ക്കാൻ വേണ്ടി ധാരണയായിരിക്കുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലമ്പുഴയിൽ VS-ന്റെ സന്തത സഹചാരിയായ സുരേഷിനെ മലമ്പുഴയിൽ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. മറ്റൊന്ന്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിവാദത്തെ തുടർന്ന് ശ്രദ്ധേയമായ പാലക്കാടിൽ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകുന്നു. തിരുവമ്പാടിയും തവനൂരും വെച്ചുമാറാൻ നേരത്തെ ധാരണയായിരുന്നു. ലീഗുമായുള്ള വെച്ചുമാറ്റം, അത്തരമൊരു മാറ്റം വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. കാരണം തവനൂർ കൂടി ലീഗിന് നൽകിയാൽ അത് വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്ന് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തവനൂരിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. തിരുവമ്പാടിയിൽ ലീഗ് തന്നെ മത്സരിക്കും. വണ്ടൂരിൽ AP അനിൽകുമാർ മത്സരിക്കും. ഈ രീതിയിലാണ് സ്ഥാനാർത്ഥി പട്ടികയുടെ ക്രമീകരണങ്ങൾ. മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയാൽ VT ബൽറാം തൃത്താലയിൽ മത്സരിക്കും. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ മത്സരിക്കും. മലമ്പുഴയിൽ സുരേഷ്, തരൂരിൽ സുബ്രഹ്മണ്യൻ. അതുപോലെ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, നാദാപുരത്ത് KM അഭിജിത്ത്, ബാലുശ്ശേരിയിൽ TV സൂരജ്, കോഴിക്കോട് നോർത്ത് K ജയന്ത്, അതുപോലെ എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ. ഈ രീതിയിലാണ് സ്ഥാനാർത്ഥി പട്ടിക. മറ്റൊന്ന്, പ്രധാന നേതാക്കളുടെ പട്ടിക ഇന്നുണ്ടാകും. അത് പറവൂരിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, പേരാവൂരിൽ അതിനിടെ വരുന്ന വാർത്ത രമേശ് ചെന്നിത്തല നടത്തിയ ചർച്ചയിൽ പരാജയം എന്നുള്ളതാണ്. കെ സുധാകരന് സീറ്റില്ല എന്ന് ദീപക് ദമണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ തീരുമാനത്തോട് സുധാകരന് തരിമ്പ് പോലും യോജിപ്പില്ല. മത്സരിക്കണമെന്ന നിലപാടിൽ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് എന്ന് ചെന്നിത്തലയോട് കെ സുധാകരൻ പറഞ്ഞു. അത് കുറച്ച് കടുപ്പിച്ച് പറച്ചിലാണ്. തനിക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് എന്ന് ചെന്നിത്തലയോട് കെ സുധാകരൻ പറഞ്ഞു. ആശങ്കകൾ ഹൈക്കമാൻഡോട് സംസാരിക്കാം എന്ന് ചെന്നിത്തല പറഞ്ഞെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ സമവായത്തിനില്ല, ഏതെങ്കിലും തരത്തിൽ അയയാനില്ല. കണ്ണൂരിൽ മത്സരിക്കുന്നെങ്കിൽ അത് ഞാൻ തന്നെയാണ് മത്സരിക്കുക എന്ന കെ സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ സീറ്റ് കൊടുക്കില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തോടൊപ്പം ഇനി കെ സുധാകരന്റെ പരസ്യ പ്രതികരണം, വൈകാരിക പ്രതികരണമൊക്കെ ഉണ്ടാവുകയോ അതോ അതിനോട് സമാധാനപ്പെട്ട് തീരുമാനത്തിൽ ഒത്തുപോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അരവിന്ദ് വാർത്തകൾ വിളിച്ചിരുന്നു. അരവിന്ദ്, തനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കെ സുധാകരൻ പറഞ്ഞെങ്കിൽ ശല്യപ്പെടുത്താതിരിക്കുമോ എന്ന് സാധാരണ മനുഷ്യൻ പറയുന്ന ഭാഷയാണത്. പക്ഷെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണെന്ന കാര്യം ഇവർക്ക് മുതിർന്ന നേതാക്കളാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചെന്നിത്തല സുധാകരനെ ഗോദാവരി ഹോസ്റ്റലിൽ പോയി കണ്ടു. പക്ഷേ ഒരു കാര്യം അതുകൊണ്ട് ഉണ്ടായില്ല. അരവിന്ദ്, ചർച്ച പൂർണ്ണമായും പരാജയമായിരുന്നു. ഏകദേശം അരമണിക്കൂറായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൃത്യമായി ഹൈക്കമാൻഡിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് രമേശ് ചെന്നിത്തല കെ സുധാകരനെ അറിയിച്ചു. പക്ഷേ താൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോകുവാൻ കെ സുധാകരൻ തയ്യാറായിട്ടില്ല. തന്റെ നിലപാട് രമേശ് ചെന്നിത്തലയെ കൃത്യമായി തന്നെ കെ സുധാകരൻ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിപ്പോകാൻ താൻ ആഗ്രഹിക്കുന്നു, അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ എടുത്തിരിക്കുന്ന നിലപാട്. എംപിമാരെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലാണ്
കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നത്. പക്ഷേ ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴും തന്റെ നിലപാടിൽ തന്നെ കെ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്, അത്തരമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്നതാണ് രമേശ് ചെന്നിത്തലയോട് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആശങ്കകൾ ഹൈക്കമാൻഡിനോട് സംസാരിക്കാമെന്ന ഒരു ഉറപ്പ് രമേശ് ചെന്നിത്തല നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം എത്രത്തോളം ഈ കെ സുധാകരന്റെ ആവശ്യത്തെ ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കെ സുധാകരൻ ഇനി എങ്ങനെ പ്രതികരിക്കും? കാരണം കെ സുധാകരന് സീറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് നിലവിൽ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഒട്ടും അഴയാതെ തന്നെ തന്റെ MP ഫ്ളാറ്റിൽ അദ്ദേഹം തുടരുകയാണ്. മത്സരിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ തന്നെയാണ് കെ സുധാകരൻ ഇപ്പോഴും തുടരുന്നത്. കാരണം KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് പിന്നോട്ട് പോയപ്പോൾ തനിക്ക് കണ്ണൂർ സീറ്റ് നൽകാമെന്ന ഉറപ്പ് അത് ഹൈക്കമാൻഡ് നൽകിയതാണ്. ആ ഉറപ്പ് പാലിക്കപ്പെടണം എന്ന് തന്നെയാണ് കെ സുധാകരൻ ഇപ്പോഴും ചെന്നിത്തല നടത്തിയ ചർച്ചയിലും ഒരു സമവായമായിട്ടില്ല. അദ്ദേഹം മത്സരിക്കാതെ പിന്നോട്ടിലെന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ഇനി മത്സരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കോ എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കോ കെ സുധാകരൻ എന്നറിയില്ല. അങ്ങനെ മുഴക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. നേരത്തെ പറയുന്ന പോലെ ഇത് ഡു ഓർ ഡേ ബാട്ടിലാണ്. വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാനുള്ള ബാക്കി ദിവസങ്ങളാണ്. അതിൽ ഈ പുകിലിൽപ്പെട്ടു പോവുക കോൺഗ്രസ് എന്ന് കാത്തിരുന്ന് കാണാം. ഫസ്റ്റ് ഓൺ 24 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തീപിടുത്തത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം, ബയോമെഡിക്കൽ ടീം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, PWD ഇലക്ട്രിക്കൽ വിഭാഗം എന്നിവർക്കാണ് ചുമതല. 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, അതിന്റെ തീപിടുത്തമുണ്ടായ സ്ഥലത്തെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. മേഘന, അവിടെ ഒരു വെന്റിലേറ്ററിൽ തീ പടർന്നു. വളരെ പെട്ടെന്ന് സംയോജിതമായി ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് അത് കെടുത്തി. വലിയ ദുരന്തം ഒഴിവായി. പക്ഷേ ഒരു വെന്റിലേറ്ററിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അവിടെ ഉണ്ടായത്. അതിൽ കർശനമായ അന്വേഷണം ഉണ്ടാവണം. അതിനെ ആവർത്തിക്കാതിരിക്കുന്ന നടപടിയും ഉണ്ടാവണം. അതിനുള്ള അന്വേഷണമല്ലേ മേഘന? തീർച്ചയായും സമയോചിതമായ ഇടപെടൽ മൂലം ഒരു അപകടം ഒഴിവായി. പക്ഷേ ഒരു ആശുപത്രിയുടെ വെന്റിലേറ്ററിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് അത്യാഹിത വിഭാഗത്തിൽ രോഗികളടക്കം ഉണ്ടാകുമ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഉടനടി ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിൽ ബയോമെഡിക്കൽ ടീം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ തന്നെ PWD ഇലക്ട്രിക്കൽ വിഭാഗം എന്നിവർക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. 3 ദിവസത്തിനകം തന്നെ വിദഗ്ധ സമിതി റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇത്തരത്തിൽ ഈ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ഇലക്ട്രിക്കൽ വിഭാഗവും അതുപോലെ തന്നെ വെന്റിലേറ്റർ സൗകര്യങ്ങളും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി നിയോഗിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ ഈ ഒരു പ്രത്യേക യൂണിറ്റ് പ്രവർത്തന വിധേയമാക്കുകയും ഇതിന് ശേഷമായിരിക്കും. KC വേണുഗോപാൽ സംസാരിക്കണം മാധ്യമങ്ങളോട്. സർക്കാരിൻ്റെ പ്രതിഫലനമായിട്ട് അവരുടെ സിറ്റിംഗ് MLA മാർ കണ്ടിന്യൂ ചെയ്യുന്നു. അതത്രയുള്ള പുതുമയൊന്നുമില്ല. ഞങ്ങളുടെ പുതുമുഖങ്ങളും ഒട്ടാകെ നല്ല ഫൈറ്റുള്ള ലിസ്റ്റായിരിക്കും. അതിന് സമയമെടുക്കും കുറച്ചൊക്കെ. അതൊക്കെ പാർട്ടി സ്റ്റേറ്റ് ലീഡേഴ്സ് പറയും. അതിനകത്തൊക്കെ സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ അത് എല്ലാ കാലത്തും ഞങ്ങൾ ഉള്ളതല്ലേ. യുവാക്കൾക്ക് പ്രസന്റേഷൻ നല്ല എല്ലാവർക്കും പ്രാതിനിധ്യം പരമാവധി. അതുകൊണ്ട് കേവലം മെച്ചപ്പെട്ട ഒരു ലിസ്റ്റ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ തീരുമാനങ്ങളൊക്കെ വരും. ഞാൻ പറഞ്ഞല്ലോ, ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അതിൻ്റെ ശരിയായ ചിത്രം എന്നുള്ളത്. അല്ല, ലിസ്റ്റ് വരുമ്പോൾ എല്ലാത്തിലും ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടും. ലിസ്റ്റ് വരുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് സൂചന കിട്ടുന്നത് എന്താണ്, ഇവിടെ നിന്നാണ് സോഴ്സ് എനിക്കറിയില്ല. എന്തെന്നോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPM-ന്റെ നിലപാടുകൾക്കെതിരായി ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും ആഭ്യന്തര സംഘർഷങ്ങളുമാണ് ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. സ്വന്തം പാർട്ടിയുടെ തെറ്റായ പോക്കിൽ മനമെടുത്തിട്ട് ആ പാർട്ടിയെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ പോകുമ്പോൾ പുറത്തു പോകേണ്ടി വരുന്ന ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. ഇത് കേരളത്തിലെ കൃത്യമായൊരു ചുവരെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിനെ കൂടെ. അത് നിങ്ങൾ ഇതൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ഇങ്ങനെയായോ അങ്ങനെയായോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സംസാരിക്കേണ്ട വിഷയം. അതാണ് അതൊക്കെ നിങ്ങൾ അതൊക്കെ ഈ പറയുന്ന പോലെ എല്ലാം വിലയിരുത്തുന്നല്ലോ ജനങ്ങൾ. എന്താണ് അതിനകത്തൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടും ആത്മവിശ്വാസത്തോടെ ഉപതെരഞ്ഞെടുപ്പുകൾ ആദ്യം പട്ടിക പുറത്തുവിട്ടത് കോൺഗ്രസ് ആയിരുന്നു. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ആ ഒരു വേഗം ഇവിടെ പ്രതീക്ഷിച്ചതാണോ പ്രശ്നമായി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ വേഗമല്ലല്ലോ വേണ്ടത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് മാത്രമാണ്.
ഇത് പല സീറ്റുകളുള്ളതുകൊണ്ട് കോംപ്ലക്സിറ്റി ഉണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കാത്തിരിപ്പ് വേണ്ടി വരും. അത് ആർക്കാ മനസ്സിലാവാത്തത്? ഇപ്പോഴും 3-4 സീറ്റുകൾ CPM ഒഴിച്ചിട്ടിരിക്കുകയാണല്ലോ അനൗൺസ് ചെയ്തപ്പോൾ. ഒഴിച്ചിട്ടില്ലേ? അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലേ. ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യം എന്താ? ഞങ്ങൾ വേഗം നോക്കിത്തരാം. വേഗം നോക്കുകയാണ്. ഞാൻ പറഞ്ഞു CPMൻ്റെ ഒരു വലിയ തകർച്ചയുടെ വക്കീൽ അവർ നിൽക്കുകയാണ്. അവരുടെ നയങ്ങൾ മൂലമാണ്. ഞങ്ങൾക്ക് CPM പൊട്ടാകെ തകരണമെന്ന് ആഗ്രഹിച്ചവരല്ല, അവരുടെ നയങ്ങൾ മൂലമാണ്. അത് കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലൂടെ ഉണ്ടാകുന്നതിൽ സംശയമില്ല. ഞങ്ങൾ കൃത്യമായിട്ടും എല്ലാ സ്ഥാനാർത്ഥി പട്ടികയും ക്യാമ്പയിനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സ്ഥാനാർത്ഥികളൊക്കെ പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് ഫീൽഡിലോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വേറൊരു കാലം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഒറീസയിൽ ഞങ്ങൾ 2-3 MLA-മാർ പിന്നെ മാറി കൂട്ടി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതായിട്ട് പറഞ്ഞു കേട്ടു. സ്വന്തം MLA BJP പോയിട്ട് മത്സരിക്കുകയാണ്. അത് ഒറീസയിലല്ല, കേരളത്തിൽ. ഇത്രയും കാലം MLA ആയി കൊണ്ടുവന്ന ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി നിന്ന ആൾ ഇപ്പം BJP-യിലാണ്. അപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനകത്ത് കൃത്യമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം PMC-യിൽ എന്താ സംഭവിച്ചത്, പിന്നീട് വന്ന ഓരോ ഘടകങ്ങൾ ആരാണ്. ഈ ഇലക്ഷൻ ഡേറ്റുകൾ പോലും ഞങ്ങളിപ്പോൾ സംശയിക്കുന്നുണ്ട്. ഇലക്ഷൻ ഡേറ്റുകൾ പോലും രണ്ടുപേരും ഒന്നിച്ചുണ്ടാക്കിയ ഡിസൈനാണ് കേട്ടോ. സി വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. 3 മണിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കിട്ടിയ സൂചന. പക്ഷേ 3 മണിക്ക് ഉടൻ ഉണ്ടാകും എന്നേ പറയുന്നുള്ളൂ KC വേണുഗോപാൽ. ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കാത്തിരിക്കേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കാത്തിരിക്കേണ്ട കാര്യം ഒരുപക്ഷെ സുധാകരൻ തന്നെ ആവണം. ഉൾപാർട്ടി കലാപങ്ങളുടെ എപ്പിക് സെന്റർ പ്രഭവ കേന്ദ്രം പ്രതിപക്ഷ ഇല്ല ആവൂല. എന്തുകൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ പറ്റാതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ അതൊന്ന് പരിഹരിച്ച് അത് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അത് മീറ്റിംഗ് നടന്നത് രാത്രി അതൊക്കെ ഇപ്പൊ പ്രഖ്യാപിക്കും, എല്ലാം പ്രഖ്യാപിക്കും. അല്ലെന്ന് അതിപ്പോ അതെന്താണെന്ന് ഇപ്പൊ പ്രഖ്യാപിക്കും. CEC-യിലല്ല തീരുമാനിക്കുന്നത്, അത് കോൺഗ്രസ് പ്രസിഡന്റ് ആ കാര്യം തീരുമാനിച്ച് അതും അറിയിക്കും. അത് ആയിട്ടുണ്ട്, അത് അറിയിക്കും. സൗണ്ടായിട്ടില്ല, കാര്യങ്ങൾ സൗണ്ടായിട്ട് പോകുന്നു. എനിക്ക് സൗണ്ടായിട്ടില്ല, കോൺഗ്രസിലെ കാര്യങ്ങൾ നല്ല സൗണ്ടായി. പിന്നെ സൗണ്ടായിട്ടില്ല, പക്ഷേ കോൺഗ്രസിനകത്തെ കാര്യങ്ങളൊക്കെ സൗണ്ടായിട്ട് പോവാണ് എന്നുള്ളതാണ് KPC അധ്യക്ഷൻ പറയുന്നത്. എന്തായാലും ഈ പറയുന്ന ഉൾപാർട്ടി കലാപങ്ങളുടെ എപ്പിക് സെന്റർ കണ്ണൂരാണ്. അത് കോൺഗ്രസിന് കെ സുധാകരനാണെങ്കിൽ CPM-ന് ഗോവിന്ദൻ. അപ്പോൾ അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നേതാക്കളൊക്കെ പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അത് 3 മണിയാണോ 3:30 4 മണിയാണോ 4:30 എന്ന കാര്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് കേരള ഇന്റർനാഷണൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് ചർച്ച സംഘടിപ്പിക്കുന്നു. മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം YMCA PK കൂരുത്ത് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, CPI നേതാവ് C ദിവാകരൻ, കേരള സർവകലാശാലയിലെ പ്രൊഫസർ ഗിരീഷ് എന്നിവർ പങ്കെടുക്കും. കേരള ഇന്റർനാഷണൽ സെന്റർ ഡയറക്ടർ ജനറൽ അംബാസഡർ TP ശ്രീനിവാസനാണ് ചർച്ചയുടെ മോഡറേറ്റർ.